പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. ലയൺസ് ക്ലബ് ഓഫ് പറവൂർ നോർത്ത് തുടങ്ങുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ക്ലബ് ഓഫ് പറവൂർ നോർത്ത് 2 ഏക്കർ സ്ഥലത്ത് ഗ്രൂപ്പ് ഫാമിംഗിന്റെ ഭാഗമായി തുടങ്ങുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ടെക്നിക്കൽ നോളജും നമുക്ക് നമ്മുടെ മെമ്പറിന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള സ്ഥലം പറവൂർ ടൗൺ പറവൂർ നോർത്തിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് തരുമ്പോൾ അദ്ദേഹം തന്നെ പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയാക്കി എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരമൊരു പ്രോജക്റ്റ് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിച്ച ലയൺ പ്രസിഡൻറ്റ് ലയൺ മുരളി അടക്കമുള്ള എല്ലാ പറവൂർ നോർത്ത് ക്ലബിലെ മെമ്പേഴ്സിനെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് PR മുരളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സോൺ ചെയർപേഴ്സൺ സാഹി സതീഷ്, സെക്രട്ടറി രശ്മി, പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺ MS രാധാകൃഷ്ണൻ, ലയൺ PS ഷാബു, ലയൺ KS സതീഷ്, ലയൺ രഘുകൃഷ്ണൻ, ദീപ രാധാകൃഷ്ണൻ, കൃഷി ഉദ്യോഗസ്ഥരായ ഷീന ഫ്രാൻസിസ്, ഉദയകുമാർ, കർഷക അവാർഡ് ജേതാക്കളായ ഡോക്ടർ നന്ദകുമാർ, രാജീവ് കണ്ടത്തിൽ, ജോജോ മനക്കൽ എന്നിവർ സംസാരിച്ചു. രണ്ടാമത് കാലൊക്കെ സുഖമായപ്പോൾ റെഡിയായപ്പോൾ വീണ്ടും കൃഷിയിലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങാൻ എന്തായാലും എനിക്ക് മുരളിയോടൊരു സന്തോഷമുള്ളത്, മുരളി വഴിയാണ് ഞാൻ ഇതിനകത്ത് വന്നത്, അല്ലെങ്കിൽ ഞാൻ വിട്ടു നിന്നാനാ. എന്തായാലും നല്ലൊരു സംരംഭമാണ് ഇതിപ്പോൾ ഒരു നോഡൽ ഇതായിട്ട് മാത്രം നടത്തിയാൽ മതി. പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനത്തെറിഞ്ഞ വഴിയാണ്, കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി. കാരണം നമ്മളെല്ലാ പ്രതീക്ഷകളുടെ എല്ലാ കർഷകരും രംഗത്തിറങ്ങുന്നത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ നിന്ന് പിടിവിട്ടു പോകും. കാലവർഷക്കെടുതി അല്ലെങ്കിൽ വേറെ കീടനാശിനി ഇല്ലേ, മരത്തിനറിയാലോ അതിനെപ്പറ്റി. കഴിഞ്ഞ തവണ ഞാൻ വാഴ കൃഷി നടത്തിയതാണ്. ന്യൂസ് ബ്യൂറോ പറവൂർ.